നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഇന്ന് നടത്തിയ 10ാം തരം 1ാം ഘട്ട പ്രാഥമിക പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീയുടെ ഡിസ്കഷനാണ്. അപ്പോൾ പരീക്ഷ എഴുതിയവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കാം. ഈ ഒരു ചോദ്യപേപ്പറിനെ വെച്ചിട്ട് അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാർ നന്നായിട്ട് തന്നെ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചിട്ട് പോവുക. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഞാൻ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് 10th പ്രിലിംസിന് വേണ്ടിയിട്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇടയ്ക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഇവിടെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾനൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുരിശ്യ കലാപത്തെ പറ്റി താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ളത് 2ഉം 3ഉം ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കുരിശ്യ കലാപം നടന്ന വർഷം 1812. മട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാങ്കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏതാണ്? സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. ശരിയാണ്. സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. ശരിയാണ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ശരിയാണ്. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. എല്ലാം ശരിയാണ്. അപ്പൊ 2024 നൊബേൽ സമ്മാനം ചോദിച്ചു തുടങ്ങി. അപ്പോൾ PSC 2024 നൊബേൽ സമ്മാനത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയ വർഷം തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്. 1924 ഗാന്ധിജി പ്രസിഡന്റ് ആയത്. ഇവിടെ 34 എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റ്. അടുത്ത ചോദ്യം, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഇത് രണ്ടുമാണ് ശരി. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ പുതിയ കുറേ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനറൽ PSCക്ക് വേണ്ടിയിട്ട് നിരന്തരം ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്ന ജനറൽ PSC ബാച്ച്, അത് ഡിഗ്രി ലെവൽ എക്സാംസ്, +2 ലെവൽ, 10th ലെവൽ എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴികെ കവർ ചെയ്യുന്നതാണ് ജനറൽ PSC. അപ്പോൾ ജനറൽ PSC ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. പിന്നെ 10th പ്രിലിംസ് ഒൺലി ബാച്ച് ഉണ്ട്. 10th പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് ഉണ്ട്. അടുത്ത വർഷം വരാനിരിക്കുന്ന ബെഫ്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ ഫയർമാന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി LGSന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബാച്ചസ് നമ്മുടെ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ന്യൂ ഇയർ ഓഫറും അവൈലബിൾ ആണ്. 2024 December 31 മിഡ്നൈറ്റ് വരെ നിങ്ങൾക്ക് ന്യൂ ഇയർ ഓഫർ അവൈലബിൾ ആണ്. ഫീസിൽ 399 rupeesന്റെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ന്യൂ ഇയർ എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ക്ലാസ്സുകൾ ഫുൾ സിലബസ് കവറേജ് ആണ്. ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് അടക്കമാണ് കവർ ചെയ്യുന്നത്. ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് തന്നെ ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ, ചാറ്റ് ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ട്രൈ ചെയ്യുക. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന, ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി. വിക്രം സാരാഭായി സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു എന്നിവയാണ് ശരിയായിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഇവിടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. 1924 ഒക്ടോബർ 12 ആരംഭിച്ചു. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു എന്നിവയാണ് ശരി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി 4 മാത്രമാണ്. ബാക്കിയെല്ലാം ശരി. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ് റീസെന്റ് ആയിട്ട് ലഭിച്ചത്. വയലാർ അവാർഡ് അശോകൻ ചരുവിൽ. കേരള ജ്യോതി പുരസ്കാരം MK സാനു.
താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? ശരിയായ കാലഗണനാക്രമം: ആദ്യം നടന്നത് മലബാർ കലാപം, രണ്ടാമത് ക്ഷേത്രപ്രവേശന വിളംബരം, മൂന്നാമത് ജവഹർലാൽ നെഹ്റുവിന്റെ മരണം, നാലാമത് അതിർത്തി ഗാന്ധിയുടെ മരണം. ഇതാണ് കറക്റ്റ്. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 KMRL ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല നിർവഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. കേബിൾ ലാംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? മണിപ്പൂരാണ്. മണിപ്പൂർ ലോക്തക് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏത്? അഹമ്മദാബാദ് ആണ്. അഹമ്മദാബാദ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണ്? ഖാരിഫ് ആണ്. ഖാരിഫ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് റെസിഡ്യുവൽ പർവ്വതം ഉദാഹരണം ഏത്? ആരവല്ലിയാണ്. ആരവല്ലി. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ചുവപ്പ് മണ്ണ്, അതായത് റെഡ് സോയിൽ. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏത്? മധ്യപ്രദേശ് ആണ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏത്? ആന്ത്രാസൈറ്റ്. ആന്ത്രാസൈറ്റ്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? തമിഴ്നാട്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ചിപ്കോ പ്രസ്ഥാനം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് 1937. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ക്വിറ്റ് ഇന്ത്യ സമരം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏത്? വേദാധികാര നിരൂപണമാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നവംബർ 11 മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ്. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആര്? ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ്. ഒളപ്പമണ്ണയ്ക്ക് എന്ത് കിട്ടിയിട്ടില്ല? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ല. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ എന്നിവയാണ്. തെഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. ബംഗാൾ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഡെൻമാർക്കുകാർ ട്രാൻകീബാറിൽ. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏത്? കുറിച്യ കലാപം 1812 ആണ്. ഇവിടെ 1810 എന്നാണ് തന്നിരിക്കുന്നത്. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആണ്. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശമില്ലായിരുന്നു. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഇവിടെ സർക്കാരിയ കമ്മീഷൻ എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റ്. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായവ ഏതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ദേശീയ ഗാനത്തോടൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ഇത് രണ്ടും ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരം നിലവിൽ വന്നു. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നതാണ്. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെ? എസ് സോമനാഥും ഭുവനേശ്വരിയും. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാണ്? പെടാത്തത്
ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമാണ്. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? ബ്രിക്സ് ഉച്ചകോടി നടന്നത് റഷ്യയിലാണ്. കുരിശ് ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? കുരിശ് ലഹളയുമായി ബന്ധപ്പെട്ട 1812 നടന്നു. പ്രധാന നേതാവ് രാമനമ്പി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏത്? കേരളീയ സുഗുണ ബോധിനിയാണ്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതാണ്? ഈ മൂന്നും ശരിയാണ്. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെ? പാലക്കാടും ചേലക്കരയും. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41 നദികൾ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? വയനാട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. പള്ളിവാസൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര? ആകെയുള്ളത് 20. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ ആണ്. റോഷി അഗസ്റ്റിൻ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? കേരളം രൂപീകരിക്കുമ്പോൾ 5 ജില്ലകൾ. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷമേത്? 1861. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏത്? കീഴരിയൂർ ബോംബ് കേസ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ടി.കെ. മാധവൻ. ടി.കെ. മാധവൻ. 1817 ഗൗരി പാർവതിഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി എന്നതാണ്. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? ഉൾപ്പെടാത്തത് ജനസംഖ്യാനുപാത സംവരണമാണ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? അർണോസ് പാതിരി. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവ. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ആലപ്പുഴയാണ്. ആലപ്പുഴ. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? വാൾട്ടർ ജി റോസൻ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? പ്ലാസെന്റയാണ്. പ്ലാസെന്റ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? സ്ക്ലീറൻ കൈമ. ചെറുകുടലിനകത്തെ പോഷക ആകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങൾ ഏതാണ്? വില്ലസുകളാണ്. വില്ലസുകൾ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏത്? വൃക്കാധമനിയാണ്. വൃക്കാധമനി. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നേത്രവൈകല്യവുമായി ബന്ധപ്പെട്ട് കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥ ഗ്ലോക്കോമ, കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥ തിമിരം എന്നിവയാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏത്? മൊണീറയാണ്. മൊണീറ. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? സൊമാറ്റോട്രോപ്പിൻ. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കോശശ്വസനം ഗ്ലൈക്കോസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് മാറുന്നു എന്നതാണ്. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? കണ്ണിലാണ് കാണപ്പെടുന്നത്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്?
സമ്പുഷ്ട യുറേനിയം. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? 4 മടങ്ങാകും. കൂട്ടത്തിൽ പെടാത്തത് ഏത്? വേഗമാണ്, വേഗം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ്, ബാരോമീറ്റർ. അടുത്ത ചോദ്യം, ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? ന്യൂട്രോണിനെ കണ്ടെത്തി എന്നതാണ്. റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആര്? ഹെൻറി ബെക്വറൽ ആണ്. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? അലുമിനിയം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങൾ ഐസോബാറുകളാണ്, ഐസോബാറുകൾ. സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്റർ ആണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും? 25 രൂപ. ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 8 - 12 / 4 = 3 എന്ന സമവാക്യം ശരിയാകുക? മൈനസും ഡിവൈഡഡ് ബൈയും. രണ്ട് സംഖ്യകളുടെ ലസാഗു 60, ഉസാഖ 3. ഈ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? 15. √15² + 12² - 2 × 15 × 12 എത്രയാണ്? ഇതിന്റെ വാല്യൂ 3. ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിന്റെ വെള്ളത്തിന്റെ അളവ് 80 ml ആയാൽ പാലിന്റെ അളവ് എത്ര? 100 ml. 32 × 10 / 10 - 2 നിന്ന് 20 കുറച്ചാൽ എത്രയാണ്? 20. 6.4² - 3.6² / 2.8 വാല്യൂ എത്ര? 10. 16.3 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെയും 12.1 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? 0.5 സെന്റിമീറ്റർ. എന്റെ കയ്യിൽ 60 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. അതിന്റെ നോട്ടിന്റെ നമ്പർ 7575 ആണെങ്കിൽ അവസാന നോട്ടിന്റെ നമ്പർ ഏതായിരിക്കും? 7634. വിട്ടുപോയ പദസംഖ്യ ഏത്? 1 5 11 19 29 -55. ഡാഷിന്റെ അവിടെ വരുന്നത് 41 ആണ്. ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്നത് UROV എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ആ ഭാഷയിൽ സോർ എന്നത് എങ്ങനെ എഴുതാം? HLFI. ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരുമുണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളും ഉണ്ട് എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങൾ ഉണ്ട്? 17. ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. ബാക്കിയുള്ള 40 ഓവറിൽ ഏത് റൺ നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? 6.25. ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് 30 km/മണിക്കൂർ വേഗതയിലും തിരിച്ച് 120 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചു. ഈ രണ്ട് ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വർഷത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര? 120 കിലോമീറ്റർ. 2780 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ലാഭശതമാനം 8% മാത്രമേ വേണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം? 2700. 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും? 4. 853 × 1346 × 452 × 226 എന്ന ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏതാണ്? 6 ആണ്. 6. തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റ് 3 ജോഡികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ ജോഡി ഏത്? 19ഉം 90ഉം. മോഹന്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിന്റെ 15% മക്കളുടെ പഠനത്തിനും 28% വീട്ടു ചെലവിനും 10% വാടകയ്ക്കും ഉപയോഗിക്കുന്നു എങ്കിൽ മാസാവസാനം മോഹന്റെ സമ്പാദ്യം എത്ര? 23,500 രൂപ. 5 - 1/4 + 2.5 + 2 വാല്യൂ എത്രയാണ്? 0 ആണ്. 0. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് പരീക്ഷ എന്ന് കമന്റ് ചെയ്തിരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഒരുപാട് കോഴ്സുകൾ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ ആപ്പിൽ കൊടുക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാകുമ്പോൾ ന്യൂ ഇയർ ഓഫറും അവൈലബിൾ ആണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.